ശ്രീ എം കെ ഹരിദാസ്, നമ്മൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം ചർച്ച ചെയ്തത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകർച്ച മൂലം, സിസ്റ്റത്തിൻ്റെ പരാജയം മൂലം ഒരു നിസ്സഹായിയായ ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതേ സിസ്റ്റത്തിൻ്റെ വീഴ്ച മൂലം 13 വയസ്സായ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് തലയുരാൻ കഴിയുമോ സർക്കാരിന്? സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ പരസ്പരം പഴിചാരുന്ന സമീപനം KSEB ഒരു സമീപനം എടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതാകട്ടെ, ഇതൊക്കെ നോക്കാൻ പ്രിൻസിപ്പലിന് ഉത്തരവാദിത്തമില്ലേ, അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിക്കുകയാണ്. അപ്പോൾ പരസ്പരം പഴിചാരുന്നത് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? നോക്കൂ, നമ്മുടെ ഈ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനോ നീലിമയോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികളോ അല്ല, ഒരു മന്ത്രിയാണ്. അതായത് ഭരണഘടനാനുസൃതമായിട്ട് ഗവർണർ ചൊല്ലിക്കൊടുത്ത സത്യവാചകം ചൊല്ലിയിട്ടുള്ള ഒരു മന്ത്രി പറഞ്ഞത് എന്താ? സിസ്റ്റം ഫെയിലിയർ ആണ്. അപ്പൊ ആ സിസ്റ്റം ഫെയിലിയർ ആയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം എന്നുള്ളൊരു വാണിംഗ് ആണ് തന്നിരിക്കുന്നത് ഒരു മന്ത്രി. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇപ്പോ ഇന്നലെ ഇത്തരം ഒരു അപകടം പറ്റിയതിന് മന്ത്രിമാർക്ക് എന്ത് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ സമൂഹ മാധ്യമത്തില് ഈ നമ്മൾ പറയാം അടിമകളായിട്ടുള്ള ഇവരുടെ സഖാക്കൾ നിറയെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. നമ്മുടെ ഈ സംവിധാനത്തിലെ ഏറ്റവും വലിയ പരാജയം എന്താ വെച്ചാൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നു. ഒരു 13കാരൻ, ആ 13കാരനിൽ ആ കുടുംബം അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷയെ കുറിച്ചിട്ടൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിനേക്കാൾ ഇന്ന് എനിക്ക് വേദന തോന്നിയത് 5.5 ലക്ഷം വീട് ലൈഫ് പദ്ധതി പ്രകാരം കൊടുത്തു, ഇനി വീട് കൊടുക്കാൻ ആൾക്കാരില്ലാത്ത അവസ്ഥയിലാണ് എന്ന് ചർച്ചയിലൂടെ വിളിച്ചു പറയുന്ന ഇവിടുത്തെ സഖാക്കളെ, ആ കുഞ്ഞിന്റെ വീട് ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നതാണ്. ഒരു ആകാശ ദൃശ്യത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ചുരുങ്ങിയത് 2 ലക്ഷം 3 ലക്ഷം വീടുകൾ, നീല ടാർപ്പായിട്ടുള്ള വീടുകൾ കാണാമെന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ അങ്ങേയറ്റം അവഹേളിച്ചിരുത്തുന്ന ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അടിമകളായ CPM-ന്റെ പ്രവർത്തകര് ആ കുഞ്ഞിന്റെ വീട് ഒരു നീല ടാർപ്പാളിട്ടിട്ടുള്ള ഒരു വീട് ആണെന്നുള്ളത് സത്യത്തിൽ പറഞ്ഞ തൊണ്ടയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എത്ര പ്രതീക്ഷയിലാണ് ആ അമ്മ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്, കടം വീട്ടാൻ പൈസ ഇല്ലാത്തത് കാരണം കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ നമ്മുടെ സിസ്റ്റം ഫെയിലിയറിന്റെ മുകളിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണാധികാരികൾക്ക് എങ്ങനെ തടിവിടാൻ പറ്റും? നാളെ ഇവർ എന്ത് നടപടിയാണ് ഈ കുറ്റക്കാർക്കെതിരെ എടുക്കാൻ പോകുന്നത്? അതിന്റെ ഉദാഹരണമാണ് പമ്പയിൽ നിന്നും ട്രാക്ടറിൽ ശബരിമല ദർശനത്തിന് പോയ ഒരു ഏമാന്റെ ഡ്രൈവർക്കെതിരെയാണെന്ന് നടപടി എടുത്തിരിക്കുന്നത്. ഡ്രൈവർക്ക് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് ജോലിയിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞു. നാളെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇന്നൊരു പക്ഷെ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഒരു ലൈൻമാനെതിരെ ഒരു കുറ്റപത്രം കൊടുത്ത്, ഒരു ചാർജ് ഷീറ്റ് കൊടുത്ത് 6 മാസത്തെ സസ്പെൻഷൻ കൊടുത്തിട്ട് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ എല്ലാവിധ നടപടിയും എടുക്കുമെന്ന് പറയാൻ മടിയില്ലാത്ത ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തില് കഴിഞ്ഞ 9 വർഷവും 2 മാസവുമായിട്ട് നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ത് ജീവനാണ് ഇവർ സംരക്ഷിക്കുന്നത്? എന്ത് സ്വത്താണ് ഇവർ സംരക്ഷിക്കുന്നത്? കുത്തഴിഞ്ഞ ഒരു ആഭ്യന്തര വകുപ്പിന് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് തന്നെ ഈ സിസ്റ്റം ഫെയിലിയർ ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട നിലയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഞാൻ നീലിമയുടെ ശ്രദ്ധയിലേക്കും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കും 2 കാര്യങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, വയനാട് ക്ലാസ് റൂമിൽ നിന്നും പാമ്പ് കടിയേറ്റിട്ട് ഒരു 11 വയസ്സുകാരി മരിച്ചു. ആ മരിച്ച കാര്യത്തിലെ എന്ത് നടപടിയാണ് സ്കൂളിനെതിരെടുത്തത്, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മേൽനോട്ടം വഹിക്കുന്ന മാനേജ്മെന്റിനെതിരെടുത്തത്? നീ അതും പോട്ടെ, അവിടെ ഒരു AE ഉണ്ട്, DE ഉണ്ട്, നമ്മുടെ ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിലാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ട്. ഇവർക്കെതിരെയൊക്കെ ഇങ്ങനെ പാമ്പ് കടി ഏൽക്കുന്ന വിധത്തിൽ ഒരു കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പാമ്പിന് താമസിക്കാൻ മാത്രമുള്ള മാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ പോലും നമ്മുടെ സംവിധാനം സുരക്ഷിതമല്ല. ആ സമയത്താണ് വിടുവായത്വം മാത്രം പറയുന്ന ശിവൻകുട്ടി എന്ത് പറഞ്ഞത്? സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണെന്ന് ധരിച്ചുകൊണ്ട് അവിടേക്ക് വിദേശ ടൂറിസ്റ്റുകൾ കയറിപ്പോകുന്ന അവസ്ഥയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പാമ്പ് കടിയേറ്റതിന്റെ 15-ാം ദിവസമാണ് ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ചെറുതുരുത്തിയിൽ നിന്നും നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത് എന്താ? അവിടെ ഒരു LP സ്കൂളിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണിട്ട് ഒരു കുട്ടിയുടെ തല പൊട്ടിയിട്ട് കുറെ സ്റ്റിച്ച് ഇടേണ്ടി വന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്.
അപ്പൊ ഈ രണ്ട് സംഭവങ്ങളിലൊക്കെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. നാളെ ഒരു 13കാരൻ മരിച്ചതിന് കൃത്യമായ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ തയ്യാറായി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആശ്വസിക്കാം. ഇനി അടുത്തത് എന്താ? ബിന്ദു മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം 21 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബിന്ദു എന്തിനാ കെട്ടിടത്തിൽ പോയി എന്നുള്ള ചോദ്യങ്ങളും രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിലെ ജീവന് വേണ്ടി പിടയുന്ന ഒരു സ്ത്രീ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയും വന്നിട്ടുള്ള ഈ കേരളത്തിലെ അവിടെ കുറ്റക്കാർക്ക് ആ സൂപ്രണ്ടിനോട്, ആ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് തൽക്കാലം താങ്കൾ അവധിയെടുത്ത് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ സർക്കാർ കാണിച്ചിട്ടുണ്ടോ? അപ്പൊ നാളെ എന്നെ പോലുള്ള സാമൂഹ്യ നിരീക്ഷകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും സാധാരണ രണ്ട് കുട്ടികളുടെ അച്ഛനായ എനിക്കും പേടി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റക്കാർക്കെതിരെ കുറ്റക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു സർക്കാർ നാളെ എന്ത് കുറ്റങ്ങൾ ചെയ്യാനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതൊക്കെ 2 ദിവസത്തെ ചാനൽ ചർച്ച കൊണ്ട് ഒതുങ്ങുന്നതാണ് എന്നുള്ളൊരു ബോധത്തില് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ ഇലക്ട്രിസിറ്റി വകുപ്പൊക്കെ ഇങ്ങനെ അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കോഴിക്കോട് കുറ്റിക്കാട്ടൂര് ഒരു 19കാരൻ അദ്ദേഹത്തിന്റെ ഏവിയേഷൻ കോഴ്സിന് ചേർന്നിട്ട് ആദ്യത്തെ ദിവസം ആ കോഴ്സിന് ചേരാൻ വേണ്ടി പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പില് ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലെ തൂണിൽ ചാരിയിട്ട് ഷോക്ക് അടിച്ച് മരിച്ചത്. ഏകദേശം ഒരു 16 മാസമായി. ഏതെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തതായിട്ട് എനിക്ക് നീലിമയ്ക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും പറയാൻ പറ്റുമോ? നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആണ് എന്നുള്ളത് മന്ത്രിക്ക് തോന്നിയത്, വനിതാ മന്ത്രിക്ക് തോന്നിയത്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് തോന്നിയത് ഇന്നാണെങ്കിൽ നമുക്കത് തോന്നാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഇവർ അധികാരത്തിൽ കയറി ആദ്യത്തെ കൊല്ലം നമ്മൾ വിചാരിച്ചു ഒരു മധുവിധു കാലഘട്ടമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഇവരുടെ നിഷ്ക്രിയത്വം കൊണ്ട് സംസ്ഥാനത്ത് നേരിടുന്ന ദുരന്തങ്ങൾ പോലും നേരിടാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ഒരു റവന്യൂ വകുപ്പുണ്ട് നമുക്ക്. ആ റവന്യൂ വകുപ്പിന് എന്താ, ചൂരൽമലയിലും പെട്ടിമുടിയിലും നമ്മൾ കണ്ടു ഈ റവന്യൂ വകുപ്പ് ദുരന്തമുണ്ടാകുന്നത് റവന്യൂ വകുപ്പല്ല മല താഴേക്ക് തള്ളിയിടുന്നത്. ഇത്തരം ദുരന്തങ്ങളിൽ കർമ്മശേഷിയോടുകൂടി ഉണർന്നു പ്രവർത്തിക്കാൻ റവന്യൂ വകുപ്പിനാവാത്തതിന്റെ പിടിപ്പുകേട് നമ്മൾ ഇപ്പോഴും ചൂരൽമലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 300 രൂപയോ അവരുടെ വാടകയോ കൃത്യമായിട്ട് കൊടുക്കാൻ ഇവിടുത്തെ റവന്യൂ വകുപ്പിന് സാധിക്കുന്നില്ല. 786 കോടിക്കും 1000 കോടിക്കും ഇടയിൽ നമ്മുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കടം വർദ്ധിച്ചുകൊണ്ട് അവർക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ മറ്റേ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നുകളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ സപ്ലൈ നിർത്തിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും, ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ട് എന്ന് പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് വിവരമുള്ളത്. അപ്പൊ ഇവിടുത്തെ ഓരോ വകുപ്പുകൾ എടുത്ത് ചിക്കിച്ചികഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ എന്നല്ല ഇതിന് മുമ്പിലത്തെ സർക്കാരും തികഞ്ഞ പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 2024-25 കാലഘട്ടത്തിലെ 19,868 കോടി രൂപയുടെ മദ്യം കുടിപ്പിക്കുന്നതിൽ നമ്മുടെ സർക്കാർ കാണിച്ച ശുഷ്കാന്തിയെ എടുത്തു പറയണം. കൃത്യമായിട്ടുള്ള കണക്കാണ് ഈ പറയുന്നത്. 19,868 കോടി രൂപ. ഈ നിലയ്ക്ക് 5ാമത്തെ വർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ 19,000ന്റെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 96,000 കോടി രൂപയുടെ മദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ലഹരിയുടെ ഒരു അടിമകളാക്കിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ മാറ്റിയ സർക്കാരാണ് പറയുന്നത് ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ആ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി അതിന് രൂപീകരിച്ചിട്ട് അതിനൊരു 136 കോടി രൂപ ചെലവാക്കാൻ ഇവർക്ക് മടിയുണ്ടായില്ല. എന്താണ് ഈ വിമുക്തി ചെയ്യുന്നത്? എത്ര പേർ വിമുക്തിയിൽ ചികിത്സ നേടിക്കൊണ്ട് ഈ മദ്യാസക്തിയിൽ നിന്നും പിന്മാറി? എത്ര പേർ സിന്തറ്റിക് ലഹരിയിൽ നിന്നും പിന്മാറി? ഒരു കണക്കുമില്ല. 136 കോടി രൂപ അതിനും 86 കോടി രൂപ അതിന്റെ പരസ്യത്തിനും ചെലവാക്കാൻ ഈ സർക്കാർ തയ്യാറായ, നമ്മൾ പറയില്ലേ, അന്ധമായ ഇത്തരത്തിൽ ഞങ്ങൾ പൈസ ചെലവാക്കുന്നു ഒരു മേൽനോട്ടവുമില്ല. ഇന്ന് ഈ സ്കൂളിൽ ഈ ഷെഡ് പണിതത് ആരാണ് എന്നുള്ളത് മന്ത്രി ചോദിക്കുന്നത് നമ്മളോടാണ്. ആരാണ് ഇവിടെ ഷെഡ് പണിതത്? ആർക്കാണ് ഈ ഷെഡ് പണിയാനുള്ള ഉത്തരവാദിത്വം? ഇത് CPM-ന്റെ കീഴിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഈ സ്കൂൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ന്യായീകരണ തൊഴിലാളികൾ ഇന്ന് ഈ സംഭവം നടന്നപ്പോൾ ഒരു 13കാരന്റെ മരണമാണെന്ന് പോലും നോക്കാതെയാണ് ന്യായീകരിക്കുന്നത്. ഇന്ന് ഞാൻ മറ്റൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് കുട്ടിയുടെ ചെരുപ്പ് പോയപ്പോ കുട്ടി അത് എടുക്കാൻ കയറി, കുട്ടി കാല് വഴിക്കിയപ്പോ കമ്പിയിൽ കയറി പിടിച്ചു. ഊഞ്ഞാല് പോലെയല്ലേ നീലിമ നിങ്ങളുടെ ചാനലുകളിലൊക്കെ ഞങ്ങൾ കാണുന്നത്? ഊഞ്ഞാല് പോലെ ഒരു കമ്പി ഞാന്ന് നിൽക്കുന്ന ഒരു സ്കൂളിന്റെ മുകളിലൂടെ ഒരു കമ്പി ഞാന്ന് നിൽക്കുന്നത് ഒരു അധികൃതരും കണ്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് സർക്കാർ ആശുപത്രിയിൽ പോയി കൂട്ടിയിരിക്കാൻ നിൽക്കുന്നവർക്ക് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പാമ്പ് കടിച്ചിട്ട് മരിക്കാം, ഇലക്ട്രിസിറ്റി ഷോക്ക് ഏറ്റിട്ട് മരിക്കാം. എന്താണ് ഈ കേരളത്തിന് പറ്റിയത് എന്നുള്ളത് നിലവിൽ ഇവിടെ ഭരിക്കുന്നവരൊന്ന് ചിന്തിക്കണം. നമ്മൾ ക്യാപ്റ്റൻ എന്നും നമ്മൾ പറയില്ലേ, എന്താണ് അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കൻ എന്നും
കാരണഭൂതൻ എന്നൊക്കെയുള്ള പേരിട്ടിട്ട് ഉദയസൂര്യനാണ്, അടുത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇതൊന്നും അല്ല വേണ്ടത്. ഇവിടെ ജനങ്ങൾ ഞങ്ങളുടെ നികുതിപ്പണം എടുത്തിട്ട് നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അതേ നികുതിപ്പണം കൊണ്ട് നടത്തുന്ന സർക്കാർ ആശുപത്രിയിൽ പഞ്ഞിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഉപകരണങ്ങളും ആവശ്യമായ മരുന്നുകളും സംഭരിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ നികുതിപ്പണത്തിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് ചികിത്സയ്ക്ക് പോകാൻ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ചിന്താഗതി നിങ്ങൾക്ക് വേണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നീലിമ, എനിക്ക് 8:30 മറ്റൊരു ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 8:30 വിട്ടു തരണം. നമ്മൾ ഈ സർക്കാരിനെ മാത്രമൊന്നും അല്ല കുറ്റം പറയുന്നത്. കേരളത്തിൽ നടന്ന ദുരന്തങ്ങളൊക്കെ ഒന്നും തക്കതായ പരിഹാരം കാണാത്തത് കൊണ്ട് ഒരു ദുരന്തത്തിൽ നിന്ന് കുമരകത്ത് ഒരു ബോട്ട് ദുരന്തം നടന്നു, 18 പേര് മരിച്ചു. അത് കഴിഞ്ഞിട്ട് തട്ടേക്കാട് 32 കുട്ടികളുടെ മരണമുണ്ടായി. ഈ 2 ബോട്ട് ദുരന്തത്തിൽ നിന്നും കേരളം പാഠം പഠിച്ചിരുന്നുവെങ്കിൽ തിരൂര് 4 വർഷം മുമ്പ് 20 പേരുടെയും 22 പേരുടെയും മരണത്തിനിടയാക്കിയ ഒരു ബോട്ട് ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഈ സർക്കാർ മാത്രമല്ല, കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളും കാലാകാലം ജനങ്ങളെ കേവലം നികുതിയുടെ ATM ആയിട്ട് കണ്ടതിന്റെ ദൂഷിത ഫലങ്ങളുടെ അവസാനത്തെ ഇരയാവട്ടെ ഈ പാവം കുഞ്ഞും ആ കുഞ്ഞിന്റെ വീട്ടുകാരും എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ തരമുള്ളൂ. ഇനി ഇത്തരം ഒരു ദുരന്തത്തിന് സംസാരിക്കാൻ എനിക്ക് ആയുസ് തരരുത് എന്നാണ് എന്റെ ആഗ്രഹം. നീലിമ. ഓക്കെ.